ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജീൻ ഇന്ററാക്ഷനെ കുറിച്ചാണ്. ഓക്കെ, ജീൻ ഇന്ററാക്ഷൻ ആണ് ഇതിന് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജീൻ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീനിന്റെ എഫക്റ്റ്, അതായത് ഒരു ലോക്കസിലുള്ള ജീനിന്റെ എഫക്റ്റ് മറ്റൊരു ലോക്കസിലുള്ള ജീനിന്റെ പ്രസൻസിനെയോ അല്ലെങ്കിൽ ആബ്സെൻസിനെയോ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ജീൻ ഇന്ററാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അതായത് ഒരു ലോക്കസിലുള്ള ജീനിന്റെ എഫക്റ്റ് മറ്റൊരു ലോക്കസിലുള്ള ജീനിന്റെ പ്രസൻസോ ആബ്സെൻസോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നടക്കുന്നതെങ്കിൽ അതിനെന്ത് വിളിക്കും? നമ്മൾ ജീൻ ഇന്ററാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അതായത് ഒരു ലോക്കസിലുള്ള ജീനിന്റെ എഫക്റ്റ് മറ്റൊരു ലോക്കസിലുള്ള ജീനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കണേ അതെന്ത് വിളിക്കുക? നമ്മൾ ജീൻ ഇന്ററാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഇന്ററാക്ഷൻ എന്താണ്? നോൺ അലീലിക് ആണ്. ഓക്കെ, ഈ ഇന്ററാക്ഷൻ എന്താണ്? നോൺ അലീലിക് ആണ്. ബിക്കോസ് എന്താണ്? ഈ രണ്ട് ജീനും എന്താണ്? ഡിഫറെന്റ് ലോക്കസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്താണത്? നോൺ അലീലിക് ആണ്. പിന്നെ ഈ ഫിനോമിന നമ്മൾ വിളിക്കുക, നേരത്തെ പറഞ്ഞു, ജീൻ ഇന്ററാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, പിന്നെ ഈ രണ്ട് ലോക്കസിലുള്ള ജീനാണ്. ഈ രണ്ട് ലോക്കസിലുള്ള ജീനും കൂടിയിട്ട് എന്താ ചെയ്യുക? ഒരു സിംഗിൾ ഫിനോടൈപ്പിനാണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ജീനിന്റെ ആബ്സെൻസോ പ്രസൻസോ മറ്റൊരു ജീനിന്റെ എഫക്റ്റിനെ ബാധിക്കാൻ കാരണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ജീനും കൂടി എന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു സിംഗിൾ ഫിനോടൈപ്പ് ആണ് എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്? ഈ ആനിമൽസിന്റെ കോട്ട് കളർ എന്ത് ചെയ്യാം നമുക്ക് പറയാം. അതുപോലെ ഫ്ലവേഴ്സിലെ പ്ലാന്റ്സിലെ ഫ്ലവറിന്റെ കളർ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് എക്സാമ്പിൾ ആയി പറയാം. നമ്മുടെ എന്ത് ചെയ്യാം? ഇവിടെ ഫോർ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമ്മള് ഒരു പ്ലാന്റിലെ ഫ്ലവറിന്റെ കളറിനെ അത് നമ്മൾ എന്ത് ചെയ്യാം? എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ജീൻ എ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലോക്കസിലുള്ള ജീൻ എ എന്ത് ചെയ്യും? പിഗ്മെന്റ് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ജീനാണ്. അതുപോലെ ജീൻ ബി എന്താണ്? പിഗ്മെന്റ് ഡെപ്പോസിനെ ഹെൽപ്പ് ചെയ്യുന്ന. ഓക്കെ, ഒന്നെന്താണ്? പിഗ്മെന്റ് ജീൻ എ, ഒരു ലോക്കസിലുള്ള ജീൻ എ എന്താണ്? പിഗ്മെന്റ് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. വേറെ ലോക്കസിലുള്ള ജീൻ എന്താണ്? ജീൻ ബി എന്താണ്? പിഗ്മെന്റ് ഡെപ്പോസിനെ ഹെൽപ്പ് ചെയ്യണം. അതിൽ ജീൻ എയിലെ ഡോമിനന്റ് ആയിട്ടുള്ള എ എന്താണ്? പ്രൊഡ്യൂസ് പിഗ്മെന്റ് ആണ്. അതുപോലെ എന്താണ്? സ്മോൾ എ റിസീവ് ആയിട്ടുള്ള എ എന്താണ്? നോ പിഗ്മെന്റേഷൻ ആണ്. അതുപോലെ ബി, ഇവിടെ ബിയിൽ എന്താണ്? ക്യാപിറ്റൽ എ ഡോമിനന്റ് ബി എന്താണ്? പിഗ്മെന്റ് അലോ ചെയ്യും, പിഗ്മെന്റ് ഡെപ്പോസിനെ അലോ ചെയ്യും. റിസീവ് ബി എന്താണ്? അത് ബ്ലോക്ക് ഡെപ്പോസിഷൻ, പിഗ്മെന്റിനെ എന്ത് ചെയ്യും? ഡെപ്പോസിഷനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിലുണ്ടാകുന്ന പ്രോജനിയുടെ ചാൻസ് നോക്കി, ഇങ്ങനത്തെ രണ്ട് ഒരു പ്ലാന്റ് എടുക്കുമ്പോഴേ ആ പ്ലാന്റിൽ എന്താണ്? ഒരു പ്ലാന്റിൽ എന്താ സംഭവിച്ചു വെച്ചാൽ അവിടെ എന്താണ്? ഡോമിനന്റ് ആയിട്ടുള്ള എ ഉണ്ട്, അതുപോലെ ഡോമിനന്റ് ആയിട്ടുള്ള ബി ഉണ്ട്. അപ്പൊ എന്താണ്? ഇവിടെ പിഗ്മെന്റ് പ്രൊഡക്ഷൻ നടക്കും, പിഗ്മെന്റ് ഡെപ്പോസിഷൻ നടക്കും. സോ പ്ലാന്റ് എന്തായിരിക്കും ഉണ്ടാവുക? അതിലെ ഫ്ലവർ കളേർഡ് ഫ്ലവേഴ്സ് ആണ് എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ചാൻസ് എന്താണ്? അവിടെ പ്ലാന്റ് കേസിൽ എന്താണ്? ഡോമിനന്റ് ആയിട്ടുള്ള എ ഉണ്ട്, പക്ഷെ ബി എന്താണ്? രണ്ടും റിസീവ് ആണ്. ഡോമിനേറ്റിലെ എ ഉണ്ട്, എന്താണ്? ബി രണ്ടും എന്താണ്? ഡെപ്പോസിഷൻ. അപ്പൊ എന്താണ്? ഇവിടെ പിഗ്മെന്റ് പ്രൊഡക്ഷൻ മാത്രമേ നടക്കുള്ളൂ, എന്ത് നടക്കൂല? പിഗ്മെന്റ് ഡെപ്പോസിഷൻ നടക്കൂല. പിഗ്മെന്റ് പ്രൊഡക്ഷൻ മാത്രം നടന്നുകൊണ്ട് കാര്യമില്ല, എന്ത് ചെയ്യണം? ഡെപ്പോസിഷൻ നടന്നെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ഫ്ലവർ കളേർഡായി മാറും. അതിൽ മൂന്നാമത്തെ കേസ് എന്താണ്? അവിടെ എന്താണ്? പ്ലാന്റിന്റെ കേസിൽ എ രണ്ടും എന്താണ്? റിസീവ് ആണ്. എ എന്താണ്? രണ്ടും റിസീവ് ആണ്. അവിടെ എന്തില്ല? ഡോമിനന്റ് ഉള്ള എ ഒന്നുമില്ല. പക്ഷെ ബി എന്തുണ്ട്? അവിടെ ഡോമിനന്റ് ഉണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? ഇവിടെ പിഗ്മെന്റ് പ്രൊഡക്ഷൻ നടക്കൂല, പക്ഷെ എന്ത് ചെയ്യും? പിഗ്മെന്റ് ഡെപ്പോസിഷനുള്ള എന്തുണ്ടായിരിക്കും? ജീന് പ്രസന്റ് ആയിരിക്കും. പക്ഷെ എന്ത് സംഭവിക്കൂല? പിഗ്മെന്റ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ ഡെപ്പോസിഷൻ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഫ്ലവർ എന്തായി മാറും? വൈറ്റ് ആയി മാറും. പിന്നെ നാലാമത്തെ കേസ് എന്താണ്? രണ്ട് ജീനും എന്താണ്? രണ്ട് ലോക്കസുള്ള എയും ബിയും എന്താണ്? രണ്ട് റിസീവ് കണ്ടീഷൻ ആണ്. സോ എന്താണ്? അവിടെ പിഗ്മെന്റ് പ്രൊഡക്ഷൻ നടക്കൂല, പിഗ്മെന്റ് ഡെപ്പോസിഷൻ നടക്കൂല. അപ്പൊ എന്തായിരിക്കും ഉണ്ടാവുക? ഫ്ലവർ വൈറ്റ് ആയിരിക്കും. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ജീനിന്റെ എഫക്ട് എന്താണ്? മറ്റേ ജീനിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് എന്താണ്? ഡിപ്പെൻഡ് ചെയ്യണം. അതായത് ജീൻ എയുടെ എഫക്ട് എന്ത് ചെയ്യുന്നു? ജീൻ ബിയുടെ പ്രസൻസ് ഓർ ആബ്സെൻസ് എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ ജീൻ ബിയുടെ എഫക്ട് എന്താണ്? അത് ജീൻ എയുടെ പ്രസൻസ് ഓർ ആബ്സെൻസ് എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതിനെന്ത് വിളിക്കുന്നത്? ജീൻ ഇന്ററാക്ഷൻ എന്ന് വിളിക്കുന്നു. അതിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആണത് എപ്പിസ്റ്റാസിസം. എപ്പിസ്റ്റാസിസ് എന്ന ഫിനോമിന എന്താണ്? എപ്പിസ്റ്റാസിസ് എന്താണ്? നമ്മുടെ ഈ ജീൻ ഇന്ററാക്ഷന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യും? അത് എപ്പിസ്റ്റാസിസ് എന്ത് ചെയ്യും? വേറൊരു സ്ലൈഡിൽ വേറെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്യും. സോ നിങ്ങൾക്ക് ഈ ജീൻ ഇന്ററാക്ഷൻ എന്താണെന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ ലിസണിങ് ദിസ് ക്ലാസ്.